ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖലീൽ ഗിബ്രാൻ എഴുതിയ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള പോമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ദ പ്രോഫറ്റ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രോസ് പോമാണ്, ഗദ്യ രൂപത്തിലുള്ള ഒരു പോമാണ്. ഇനി നമുക്ക് പോയറ്റിനെ പറ്റി ഒന്ന് നോക്കാം. ഖലീൽ ഗിബ്രാൻ, ഹി വാസ് എ ലെബനീസ് റൈറ്റർ. He was born in Lebanon but later immigrated to the United States. ജനിച്ചത് ലെബനനിലാണ്, മിഡിൽ ഈസ്റ്റിലാണെങ്കിലും പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അദ്ദേഹം മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. And though he has written a number of poems, parables, short stories, fables, political essays, it was his collection The Prophet which took him to the heights of glory. നിരവധി എസ്സേസും ഷോർട്ട് സ്റ്റോറീസും പൊളിറ്റിക്കൽ എസ്സേസും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്കിലും ദ പ്രോഫറ്റ് ആണ് അദ്ദേഹത്തിനെ ഏറ്റവും പോപ്പുലർ ആക്കിയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലെ മേജർ തീംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു ജനനം മിഡിൽ ഈസ്റ്റിലായിരുന്നു, പിന്നീട് USA മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലും ഫീച്ചർ ചെയ്യുന്നത് ഒരു മിഡിൽ ഈസ്റ്റ് ഇമിഗ്രൻ്റ് USA നയിക്കുന്ന ലൈഫിനെ പറ്റിയാണ്. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് കൂടുതലും ഫീച്ചർ ചെയ്തിരുന്നത്. അദ്ദേഹം USA മൈഗ്രേറ്റ് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിൻ്റെ കൾച്ചർ, ട്രഡീഷൻ, ബിലീഫ്സ്, റിലീജിയൻ ഇതെല്ലാം അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈസ്റ്റേൺ മിസ്റ്റിസിസം. മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് വൺസെൽഫ് വിത്ത് ഗോഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. അത് റിലീജിയസ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിവേ, ഈ ഈസ്റ്റേൺ മിസ്റ്റിസിസം അദ്ദേഹത്തിൻ്റെ മേൽ ചെലുത്തിയ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സിലും വളരെ എവിഡൻ്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഗുഡ് ആൻഡ് ഈവിളിലും ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. മറ്റൊരു തീം അദ്ദേഹം ഡീൽ ചെയ്യുന്നതാണ് ബൈനറീസ്, ബൈനറി ഓപ്പോസിറ്റ്സ്. ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വൈരുദ്ധ്യങ്ങളായിട്ട് തോന്നുമെങ്കിലും അത് പരസ്പര പൂരകങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഡേ ആൻഡ് നൈറ്റ്. ഡേ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നൈറ്റ് എന്താണെന്ന് പറയണം. അല്ലെങ്കിൽ ഡേയും നൈറ്റും എന്ന് പറയുന്നത് ഒരേ കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് ഈസ്റ്റിലാണ്, പക്ഷേ അദ്ദേഹം വെസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ രണ്ട് കൾച്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് അദ്ദേഹം ഈ ഒരു ബൈനറി ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത് വഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സ്പിരിച്വലിസവും മെറ്റീരിയലിസവും എന്നുള്ള ബൈനറിയും അദ്ദേഹം ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള പോവത്തിലും ഗുഡും ഈവിളും അതും ബൈനറി ഓപ്പോസിറ്റ്സ് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് The Prophet, Broken Wings, The Madman, Sand and Foam, A Tear and a Smile, Nymphs of the Valley, etc. ഇനി ഇദ്ദേഹം മരിക്കുന്നത് 10th April 1931 ആണ്. He was buried in the church in his hometown Bishari, where the Gibran Museum was set up later. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ഹോം ടൗൺ ആയ ബിഷാരിയിൽ തന്നെയാണ്. അവിടെ പിന്നീട് ഖലീൽ ഗിബ്രാൻ മ്യൂസിയം പണിയുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗുഡ് ആൻഡ് ഈവിൾ അതെടുത്തിരിക്കുന്നത് ദ പ്രോഫറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ദ പ്രോഫറ്റിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്ക് നോക്കാം. ഇത് പബ്ലിഷ് ചെയ്ത 1923 26 പ്രോസ് പോംസ് ആണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഫറ്റ് അൽ മുസ്തഫ, അദ്ദേഹം ഒരു സെയിൻ്റ് ആണ്. ഓർഫലീസ് എന്നു പേരുള്ള ഒരു ഇമാജിനറി ഐലൻഡിലെ 12 വർഷത്തോളം താമസം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ അദ്ദേഹത്തെ തടയുന്നു. എന്നിട്ട് ഹ്യൂമൻ ലൈഫിനെ പറ്റിയും ഹ്യൂമൻ ലൈഫിലെ വേരിയസ് സ്റ്റേജസ്, കണ്ടീഷൻസ് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരുമായിട്ട് അദ്ദേഹം നടത്തുന്ന ഡിസ്കഷനാണ് ദ പ്രോഫറ്റ് എന്നുള്ള വർക്കിലെ 26 പ്രോസ് പോംസിൻ്റെയും കോണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഗുഡ് ആൻഡ് ഈവിളും ഇതിലെ ഒരു പോമാണെന്ന് പറഞ്ഞു. സോ വൺ ഓഫ് ദി എൽഡേഴ്സ് ആസ്ക് ഹിം ടു സ്പീക്ക് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, to which the saint gives a reply, he can talk of good but not of evil. അങ്ങനെ ഒരാൾ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു ഗുഡിനെ പറ്റിയും ഈവിളിനെ പറ്റിയും, നന്മയെ പറ്റിയും തിന്മയെ പറ്റിയും സംസാരിക്കാൻ പറയുന്നു. അപ്പോൾ പ്രോഫറ്റ് നൽകുന്ന മറുപടിയാണ്, എനിക്ക് നിങ്ങളിലെ നന്മയെ പറ്റി സംസാരിക്കാനാകും, പക്ഷേ തിന്മയെ പറ്റി സംസാരിക്കാനാകില്ല. കാരണം തിന്മ എന്ന് പറയുന്നത് ഒറ്റയ്ക്കുണ്ടാകുന്നതല്ല, അത് നന്മയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നന്മയും തിന്മയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുന്നു. അതാണ് നമ്മളുടെ ഈ പോവത്തിൻ്റെ തീമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കാം. സ്റ്റാൻസ 1. And one of the elders of the city said, Speak to us of good and evil. And he answered, Of the good in you I can speak, but not of the evil. The saint here says that he can now speak only of the good, because good and evil are the two different aspects of the same thing. സെയിൻറ്റ് അൽ മുസ്തഫ പറയാണ്, എനിക്ക് നിങ്ങളിലെ നന്മയെ പറ്റി സംസാരിക്കാൻ കഴിയും, പക്ഷെ തിന്മയെ പറ്റി പറ്റുകയില്ല. കാരണം നന്മയും തിന്മയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. So evil is another side of goodness. Evil is just a modification of good, and it is an extreme situation.
ഈവിൾ എന്ന് പറയുന്നത് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ്. ഗുഡ്നെസ്സിൽ ചില വ്യത്യാസം വരുമ്പോഴാണ് ഈവിളായിട്ട് മാറുന്നത്. നന്മയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് തിന്മയായിട്ട് മാറുന്നത്. എന്ന് കരുതി നന്മയല്ലാത്ത മറ്റെല്ലാ അവസ്ഥകളും തിന്മയാണ് എന്നൊരു ഇൻ്റർപ്രിട്ടേഷനും ഇല്ല. നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ഒരാൾ ഒരു ക്രൈം ചെയ്തു എന്ന് കരുതി അയാൾ ടോട്ടലി ഈവിളായിട്ട് മാറുന്നില്ല. നന്മയും തിന്മയും രണ്ട് എക്സ്ട്രീംസ് ആണ്. അതുപോലെ മറ്റൊരു കാര്യം അൽ മുസ്തഫ പറയുന്നത്, ഹി റിജക്ട്സ് ദ നോഷൻ ഓഫ് ഈവിൾ ആസ് എ സ്റ്റാൻഡ് അലോൺ എലിമെന്റ് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യന്റെ മനസ്സിൽ തിന്മയൊരിക്കലും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല, അത് നന്മയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നല്ലവനായ മനുഷ്യൻ തിന്മ ചെയ്യാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അയാൾ ഒരുപക്ഷെ നന്മയിൽ നിന്ന് വ്യതിചലിച്ചേക്കാം. എ ഗുഡ് ഹാർട്ടഡ് പേഴ്സൺ ബിക്കംസ് ഈവിൾ അണ്ടർ ദ പ്രഷർ ഓഫ് സർക്കംസ്റ്റാൻസസ്. And he says that, for what is evil but good tortured by its own hunger and thirst? Verily, when good is hungry, it seeks food even in the dark caves, and when it thirsts, it drinks even of dead waters. Evil എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന ഒരു മാറ്റമാണ്, മോശമായ ഒരു മാറ്റമാണ്. ഈവിൾ ഇസ് ഗുഡ് ദാറ്റ് ഹാസ് ബീൻ കറപ്റ്റഡ് ബൈ എ കൈൻഡ് ഓഫ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ദാറ്റ് ഇസ് സെൽഫിഷ്. ചില പ്രത്യേക കാര്യങ്ങളോട് നമുക്കുണ്ടാകുന്ന അതിയായിട്ടുള്ള ആസക്തി, അതാണ് ഇവിടെ ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതലും നമുക്ക് ഈ വേൾഡിലുള്ള പല ലക്ഷറീസിനോടാണ്, സുഖങ്ങളോടാണ് നമുക്ക് ഈ ഒരു ആസക്തി തോന്നുന്നത്. So when we develop a kind of hunger or thirst for those materialistic pleasures, we deviate from the path of good. അങ്ങനെ നമുക്ക് ഇതുപോലുള്ള ലക്ഷറീസിനോടുള്ള അമിതമായിട്ടുള്ള ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നന്മയിൽ നിന്ന് വ്യതിചലിക്കും. അപ്പോൾ നമ്മൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഏത് വിധേനയും നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. വെരിലി വെൻ ഗുഡ് ഇസ് ഹംഗ്രി ഇറ്റ് സീക്സ് ഫുഡ് ഈവൻ ഇൻ ഡാർക്ക് കേവ്സ് ആൻഡ് വെൻ ഇറ്റ് തേഴ്സ് ഇറ്റ് ഡ്രിങ്ക്സ് ഈവൻ ദ ഡെഡ് വാട്ടേഴ്സ്. സെയിന്റ് പറയുന്നത്, നന്മയുടെ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നത് നമ്മൾക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇതുപോലുള്ള സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആസക്തിയും ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഏത് മോശമായ വഴിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. സോ ഈവൻ ഗുഡ് സീക്സ് ഫുഡ് ഫ്രം ഡാർക്ക് കേവ്സ്, ദാറ്റ് ഈസ് ഇറ്റ് റിസോർട്ട്സ് ടു അൺഫെയർ മീൻസ് ടു ഗെറ്റ് ഈസിലി കറപ്റ്റഡ് ആൻഡ് ആസ് എ റിസൾട്ട് വി ആർ ലെഡ് ടു ടെംപ്ടേഷൻ and we are forced to quench our thirst from dead waters. ഇവിടെ ഡാർക്ക് കേവ്സും ഡെഡ് വാട്ടേഴ്സും എന്നുള്ളൊരു ഇമേജ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് ടെംപ്ടേഷനെയും പ്രലോഭനങ്ങളെയും കറപ്ഷനെയും ക്രൈമിനെയൊക്കെയാണ്. അതായത് പ്രലോഭനങ്ങൾക്ക് വിധേയരാകുമ്പോൾ നമ്മൾ കറപ്റ്റഡ് ആകുന്നു, നമ്മൾ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നന്മയുടെ പാതയിൽ നിന്ന് മാറി നടക്കുന്നു. പ്രോഫറ്റ് പറയുന്നത് ഇത്രയാണ്, ഇൻ ഷോർട്ട്, വെൻ എ പേഴ്സൺ ഫീൽസ് എ ഹങ്കർ ഫോർ മെറ്റീരിയൽ ഒബ്ജെക്ട്സ്, ദാറ്റ് ഇസ് ഫോർ വേൾഡ്ലി പ്ലെഷേഴ്സ്, ഹിസ് ആക്ഷൻസ് ബിക്കം ഈവിൾ. ഇവിടെ ജിബ്രാൻ യൂസ് ചെയ്തിരിക്കുന്നത് പാരഡോക്സ് എന്നുള്ളൊരു ലിറ്റററി ഡിവൈസ് ആണ്, അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയും. ഈ ഗുഡും ഈവിളും എന്ന് പറയുന്നത് കാഴ്ചയിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ബൈനറീസ് ആണ്, ഓപ്പോസിറ്റ്സ് ആണ്, അല്ലെ, വൈരുദ്ധ്യങ്ങളാണ്. പക്ഷേ പോയറ്റ് തന്നെ പറയുന്നു, ഗുഡിൽ നിന്ന് തന്നെയാണ് ഈവിള് ഉത്ഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഗുഡും ഈവിളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് വൈരുദ്ധ്യമാണ്. ആ ഒരു ഡിവൈസിനെയാണ് വിരോധാഭാസം അല്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാൻസ 2 നോക്കാം. You are good when you are one with yourself, yet when you are not one with yourself, you are not evil. The poet says that when you are one with yourselves, that is when there is an agreement or consensus between yourself and your soul, you are good. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു ബോധമുള്ള അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കുന്ന ഒരു അവസ്ഥയിൽ, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സോളും ഒന്നാണെന്ന് പറയാം. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഗുഡാണ്, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നന്മ ചെയ്യുന്ന ആളാണ്. സോ വെൻ യു ആർ വൺ വിത്ത് യുവർ സെൽഫ്, യു ആർ ഫുള്ളി aware of what you are doing and you have a kind of spiritual consciousness, so you are good. But imagine if you lose that quality and you get separated from yourself, but still you don't become evil. എന്ന് കരുതി നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ സോളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി, മനസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതെയാവുന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ ഈവിൾ ആകുന്നില്ല. ആ ഒരു ഗുഡ്നെസ് പതിയെ ഒന്ന് ഫെയ്ഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ടോട്ടലി ഈവിൾ ആകുന്നില്ല. Perhaps the goodness in you is lost, but you are not evil. And to illustrate this, he compares the human heart first to a divided house and second to a ship that has lost its rudder. ഈ ഒരു അവസ്ഥ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിബ്രാൻ ഇവിടെ രണ്ട്
ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു ഡിവൈഡഡ് ഹൗസിൻ്റേതാണ്, രണ്ട് റഡർ നഷ്ടപ്പെട്ടു പോയ ഒരു ഷിപ്പിൻ്റേതാണ്. ഒന്നാമത്തെ ഇമേജ് നമുക്ക് നോക്കാം. ഹി സേസ്, ഫോർ എ ഡിവൈഡഡ് ഹൗസ് ഇസ് നോട്ട് എ ഡെൻ ഓഫ് തീവ്സ്, ഇറ്റ് ഈസ് ഓൺലി എ ഡിവൈഡഡ് ഹൗസ്. ഡിവൈഡഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥ, അതാണ് ഡിവൈഡഡ് ഹൗസ്. ഒരു വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഭിന്നിപ്പുണ്ടാകുന്നത്, അല്ലേ? ദർ മേ ബി ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് എ ഹൗസ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ഓൾ ആർ ഈവിൾ ഓർ ബാഡ് എന്ന് കരുതി ആ വീട്ടിലുള്ള എല്ലാവരും മോശക്കാരാണ്, ഈവിലാണ്, ബാഡാണ് എന്നതിനർത്ഥമില്ല. There may be good as well as bad people inside that house which keeps it divided. ആ വീട്ടിൽ വഴക്കുണ്ട് എന്ന് കരുതി ആ വീട്ടിലുള്ള എല്ലാവരും ഈവിളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതിൽ നല്ലവരും ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. നന്മയിൽ നിന്ന് വ്യതിചലിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ എവിടെയെങ്കിലും കുറച്ച് നന്മയുടെ അംശങ്ങൾ അവശേഷിക്കുന്നുണ്ടാകും. അല്ലാതെ അയാൾ ടോട്ടലി ഈവിൾ ആണ് എന്ന് അതിനർത്ഥമില്ല. The one who commits the crime might be bad with respect to that particular crime, but it doesn't mean that he is totally evil. ഒരു ക്രിമിനലിന്റെ ലൈഫ് തന്നെ നോക്കുക. ഒരു ക്രിമിനൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, ആ ഒരു കേസിൽ മാത്രമാണ് അയാൾ അവിടെ തിന്മ ചെയ്തിരിക്കുന്നത് എന്ന് കരുതി അയാൾ മറ്റു പല ആസ്പെക്ട്സിലും നല്ല ഒരു മനുഷ്യനായിരിക്കാം. അതുകൊണ്ട് അയാൾ ടോട്ടലി ഈവിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ജിബ്രാൻ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഇമേജ് ആണ് റഡർ നഷ്ടപ്പെട്ടു പോയ ഒരു ഷിപ്പിൻ്റേത്. റഡർ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ്, ചുക്കാൻ. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പലിന് ദിശയില്ലാതെ അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. സോ സെയിം ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബൈ ദി അനാളജി ഓഫ് എ ഷിപ്പ് വിതൗട്ട് ഇറ്റ്സ് റഡർ. A ship without rudder might wander aimlessly among the perilous isles, yet sink not to the bottom. റഡർ നഷ്ടപ്പെട്ടു പോയാൽ കപ്പൽ തീർച്ചയായും ദിശയറിയാതെ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്ന് കരുതി അത് മുങ്ങണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതിന് മുങ്ങാതിരിക്കാനുള്ള മറ്റ് ഫെസിലിറ്റീസ് ആ കപ്പലിനുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും എലിമെന്റ്സ് ഉണ്ടാകും. There might be some elements in that ship which doesn't let it sink. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. എത്രയൊക്കെ നന്മയിൽ നിന്ന് വ്യതിചലിച്ചുവെന്ന് പറഞ്ഞാലും നന്മയുടെ ചെറിയ ട്രേസസ്, അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും. അതാണ് അയാളെ അൾട്ടിമേറ്റ്ലി വീണ്ടും നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നത്. സിമിലർലി ഹ്യൂമൻ മൈൻഡ് ടു ഇസ് നോട്ട് ടോട്ടലി ഈവിൾ ഓർ ടോട്ടലി ഡിവോയ്ഡ് ഓഫ് ഗുഡ്നെസ്. ദ ട്രേസസ് ഓഫ് ഗുഡ്നെസ് ഷാൽ ഡെഫിനറ്റ്ലി സേവ് ഇറ്റ് ഫ്രം സിങ്കിങ്. ഇനി സ്റ്റാൻസ 3യിലും ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് പറയുന്നത്. യു ആർ ഗുഡ് വെൻ യു സ്ട്രൈവ് ടു ഗീവ് ഓഫ് യുവർ സെൽഫ്, യെറ്റ് യു ആർ നോട്ട് ഈവിൾ വെൻ യു സീക്ക് ഗെയിൻ ഫോർ യുവർ സെൽഫ്. സ്റ്റാൻസ 3യിൽ സെൽഫ് ഗെയിനിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ത്യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ നല്ലവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നന്മയാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നിങ്ങൾ ഈവിൾ ആകുന്നില്ല. See the difference. When you do selfless labor like helping others or doing some sacrifice for others, you are too good. But if you turn towards yourself and focus on self-gain, it doesn't mean that you are evil. എല്ലാവർക്കും എല്ലായ്പ്പോഴും സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വന്തം കാര്യവും നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്നവരെല്ലാവരും ഈവിൾ ആണ് എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ സ്വന്തം കാര്യം നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിരിക്കും. അതുകൊണ്ട് അത് ജസ്റ്റിഫയബിൾ ആണ്, അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് അൽ മുസ്തഫ ഇവിടെ പറയുന്നത്. ഈ ഒരു കാര്യം കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു റൂട്ടിൻ്റെതാണ്, വേരിൻ്റെതാണ്. രണ്ടാമത്തത് ഒരു ഫ്രൂട്ടിൻ്റെതാണ്, ഫലത്തിൻ്റെതാണ്. വെൻ യു സ്ട്രൈവ് ഫോർ ഗെയിൻ, യു ആർ ബട്ട് എ റൂട്ട് ദറ്റ് ക്ലിങ്സ് ടു ദ എർത്ത് ആൻഡ് സക്സ് അറ്റ് ഹെർ ബ്രസ്റ്റ്. ദാറ്റ് ഇസ്, വെൻ യുവർ വർക്ക്സ് ആർ restricted to self-gain alone, you are just reduced to the status of a root that clings to the earth and sucks at her breast. അൽ മുസ്തഫ ഇവിടെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ സെൽഫിഷ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആ ഒരു അവസ്ഥയിൽ, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൂട്ടിനെ പോലെയാണ്. റൂട്ട് എന്താ ചെയ്യുന്നത്? റൂട്ട് ഏർത്തിൻ്റെ സർഫസിൽ പടർന്ന് കിടന്ന് അതിന് വേണ്ട വെള്ളവും മിനറൽസും എല്ലാം അത് വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു. കാരണം അത് അതിൻ്റെ ധർമ്മമാണ്. അത് ഇതുപോലെ മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്താൽ മാത്രമേ ആ പ്ലാന്റിന് നിലനിൽപ്പുള്ളൂ. നമ്മളും അതുപോലെയാണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ റൂട്ടിന്റെ അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രൂട്ടിന്റെ അവസ്ഥയിലേക്ക് എലിവേറ്റഡ് ആകുന്നു, ഒരു ഫലത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എലിവേറ്റഡ് ആകുന്നു. ബട്ട് വെൻ യു ഗിവ് സംതിങ് ടു അതേഴ്സ്, യു ആർ ലിഫ്റ്റഡ് ടു ദ സ്റ്റേറ്റസ് ഓഫ് എ ഫ്രൂട്ട് ദറ്റ് ഓൾവേസ് ഗീവ്സ് ഇറ്റ് അബണ്ടൻസ് ടു ഓൾ. ഫ്രൂട്ടിന്റെ
ധർമ്മം എന്താണ്? എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതിൻ്റെ ആ ഒരു ഫലം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതതിന് ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റീസൺ കൂടിയുണ്ട്. ഫ്രൂട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ സീഡ് ഡിസ്പേഴ്സൽ വഴി ആ പ്ലാന്റിന് വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോന്നിനും ഓരോ ധർമ്മമാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒന്ന് നല്ലതെന്നും മറ്റൊന്ന് മോശമെന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ജിബ്രാൻ പറയുന്നത്. അതുകൊണ്ട് ഫ്രൂട്ടിന് ഒരിക്കലും റൂട്ടിനോട് പോയി പറയാൻ പറ്റില്ല നീ എന്നെ പോലെ ആവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരുടെയും ധർമ്മം ഡിഫറെൻ്റ് ആണ്. ഷുവർലി ദ ഫ്രൂട്ട് കനോട്ട് സേ ടു ദ റൂട്ട് ബി ലൈക്ക് മീ, റൈപ്പ് ആൻഡ് ഫുൾ ആൻഡ് എവർ ഗിവിംഗ് ഓഫ് യുവർ അബൻഡൻസ്, ഫോർ ടു ദ ഫ്രൂട്ട് ഗിവിംഗ് ഇസ് എ നീഡ് ആസ് റിസീവിംഗ് ഇസ് എ നീഡ് ടു ദ റൂട്ട്. കാരണം ഫ്രൂട്ടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ്, റൂട്ടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എടുക്കുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഫ്രൂട്ട്. എല്ലാവർക്കും ഫ്രൂട്ടിനെ പോലെ ആകാൻ സാധിക്കുകയില്ല. കാരണം ഓരോരുത്തരുടെയും ലൈഫിന് പേർപ്പസ് ഡിഫറെൻ്റ് ആണ്. സ്റ്റാൻസ 4 പറയുന്നത് You are good when you are fully awake in your speech, yet you are not evil when you sleep while your tongue staggers without purpose, and even stumbling speech may strengthen a weak tongue. When you have the practical wisdom of what to speak and what not to, you are good. സെയിൻറ്റ് പറയുന്നത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, ആരോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമുക്ക് സംസാരിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഏതാണോ സംസാരിക്കാൻ പാടില്ലാത്തത് എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം നമുക്കുള്ള അവസ്ഥ, ആ ഒരു അവസ്ഥയെ നമ്മൾ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയെന്ന് പറയാം. ആ അവസ്ഥയിൽ നമ്മൾ ഗുഡാണ്. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഗുഡാണ്. എന്നാൽ ഇതിന് ഓപ്പോസിറ്റും സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സ്പീച്ചിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് ആരോട് എന്താ പറയുക എന്നുള്ളതിൽ നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ചിലരോട് മോശമായി സംസാരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. പക്ഷെ ആ ഒരു അവസ്ഥയിൽ പോലും നമ്മൾ ഈവിൾ അല്ല എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അതിനും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാകും, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാകും. But when you lose control over your speech and your tongue may stagger without purpose, you aren't evil. അപ്പോൾ നിങ്ങളുടെ ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. നിങ്ങൾ ഒരിക്കലും ഈവിൾ അല്ല. എന്നിട്ട് അവസാനം പോയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, ആൻഡ് ഈവൻ സ്റ്റംബ്ലിംഗ് സ്പീച്ച് മേ സ്ട്രെങ്തൻ എ വീക്ക് ടങ്. ദ പോയറ്റ് സേസ് ദാറ്റ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് ദ സ്റ്റംബ്ലിംഗ് സ്പീച്ച് ദാറ്റ് ഗ്രാജുവലി സ്ട്രെങ്തൻസ് എ വീക്ക് ടങ്. ഇങ്ങനെ നമ്മളുടെ തെറ്റായ സംസാരത്തിലൂടെയാണ് നമ്മൾ ശരിയായി സംസാരിക്കാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ശരി ഏതാണെന്ന് തിരിച്ചറിയുന്നത്. ഇറ്റ് ഈസ് ഫ്രം അവർ ഓൺ മിസ്റ്റേക്സ് ദാറ്റ് വി ലേൺ ലെസൺസ് ഓഫ് വിസ്ഡം. അതുകൊണ്ട് തെറ്റുകൾ ഒരിക്കലും നമ്മളെ വീക്കാക്കുകയില്ല, നമ്മളെ ശക്തരാക്കുകയുള്ളൂ, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുകയേ ഉള്ളൂ. In stanza 5 he says that you are good when you walk to your goal firmly and with bold steps, yet you are not evil when you go thither limping. You are good when you walk to your goal firmly with bold steps through fair means. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ശരിയായ മാർഗത്തിലൂടെ എത്തുന്നത്, അപ്പോൾ നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നന്മ ചെയ്യുന്ന അവസ്ഥയിലാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചിലർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് കുറച്ച് വൈകിയായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ടീസോടുകൂടിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. പല ടെംപ്റ്റേഷൻസിനൊക്കെ വിധേയരായി ചിലപ്പോൾ വളഞ്ഞ വഴിയിലായിരിക്കും അവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് കരുതി ആ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ളവർ ഈവിൾ ആണ് എന്ന് അർത്ഥമില്ല. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ഈവിൾ ബിക്കോസ് യു വാക്ക് ടുവേർഡ്സ് യുവർ ഗോൾ ലിംപിങ്. ലിംപിങ് എന്ന് പറഞ്ഞാൽ അവശതയാണ്, അവശതയോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എത്താനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാവർക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്ന് കരുതി അവരൊരിക്കലും ഈവിളാകുന്നുമില്ല. ആൻഡ് ദ പോയറ്റ് സേസ് ദാറ്റ് ഈവൻ ദോസ് ഹു ലിംപ് ഗോ നോട്ട് ബാക്ക്വേർഡ്. ഡിഫിക്കൽട്ടിയോടുകൂടിയാണെങ്കിൽ പോലും വീക്കായിട്ടുള്ളവർ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവസാനം എത്തിച്ചേരുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. Here the poet says that even those who limp don't go backwards, they only walk forward. അവരൊരിക്കലും പിന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പിന്മാറുന്നില്ല. അവർ ലക്ഷ്യസ്ഥാനത്ത് വൈകിയാണെങ്കിലും എത്തുന്നുണ്ട്. അത് അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. And the prophet also gives us an advice in an extra line of wisdom. You should see to it that you never limp before the lame, deeming it kindness. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയവർ ഒരിക്കലും വീക്കായിട്ടുള്ളവരെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. Don't pretend to be weak or don't slow down your pace before the really weak ones to express your pity or sympathy. നിങ്ങളുടെ അനുകമ്പ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരുടെ മുന്നിൽ നിങ്ങൾ വീക്കായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും
ഓരോ സാഹചര്യങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണുള്ളത്. അതുകൊണ്ട് ചിലർ ഫാസ്റ്റായിട്ട് അവരുടെ ലക്ഷ്യത്തിലെത്തും, അതിലൊരു പർപ്പസ് ഉണ്ടാവും. ചിലർ സ്ലോ ആയിട്ടെത്തും, അവർക്ക് മറ്റൊരു പർപ്പസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇത്രയും നേരം പ്രോഫിറ്റ് നമ്മൾ പല രീതിയിൽ നമ്മൾ നല്ലവരാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നല്ലതായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. സോ യു ആർ ഗുഡ് ഇൻ കൗണ്ട്ലെസ് വേസ് ആൻഡ് യു ആർ നോട്ട് ഈവിൾ വെൻ യു ആർ നോട്ട് ഗുഡ്. പല രീതിയിൽ നിങ്ങൾ നല്ലവരാണ്, നന്മ ചെയ്യുന്നവരാണ് എന്ന് കരുതി നിങ്ങൾ ഗുഡ് അല്ലാത്ത അവസ്ഥയിൽ ഈവിളാണ് എന്നർത്ഥമില്ല. സോ യു ആർ ഗുഡ് ഇൻ മെനി വേസ് ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് യു ആർ ഈവിൾ വെൻ യു ആർ നോട്ട് ഗുഡ്. When you are not good, you are just loitering and sluggard. That is, you are just walking aimlessly and lazy without doing any good. And it doesn't mean that you are evil. നിങ്ങൾ ഗുഡ് അല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, ലേസി ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. പക്ഷെ അതൊരു ക്രൈമല്ല, അതൊരിക്കലും ഈവിളാണ് എന്നൊരർത്ഥം അതിനില്ല. അങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുന്നവർക്കും എന്തെങ്കിലും സീക്രട്ട് ജസ്റ്റിഫയബിൾ റീസൺ ഉണ്ടാവാം. അവരെ അതിലേക്ക് എത്തിച്ച സർക്കംസ്റ്റാൻസസ് ഡിഫറെൻ്റ് ആയിരിക്കാം. Pity that the stags can't teach swiftness to the turtles. The saint says that there is a purpose behind every creation. ഓരോ ക്രിയേഷൻ്റെയും പിന്നിൽ ഓരോ ഉദ്ദേശമുണ്ട്. ചിലർ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തും, ചിലർ വളരെ സ്ലോ ആയിട്ടെത്തും. അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു അനാളജിയാണ് ഇവിടെ പ്രോഫിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പയർ ചെയ്യുന്നത് ഒരു സ്റ്റാഗിനെയും ഒരു ടേർട്ടിലിനെയും തമ്മിലാണ്. സ്റ്റാഗ് എന്ന് പറയുന്നത് മെയിൽ ഡിയർ ആണ്, ടേർട്ടിൽ എന്ന് പറയുന്നത് ആമ. അതാണ് സ്റ്റാഗിന്റെ പ്രത്യേകത. എന്താണ്? വളരെ ഫാസ്റ്റാണ്, വേഗത്തിലാണ് അത് ഓടുന്നത്. ആമ എങ്ങനെയാണ്? വളരെ സ്ലോ ആണ്, ഇഴഞ്ഞിഴഞ്ഞാണത് പോകുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് ടൂ ഫാസ്റ്റും ഒന്ന് ടൂ സ്ലോയുമാണ്. രണ്ട് എക്സ്ട്രീംസ് ആണ്, ഗുഡും ഈവിളും പോലെ അല്ലേ. അപ്പോൾ സ്റ്റാഗ് വേഗത്തിൽ ഓടുന്നു എന്ന് കരുതി അത് നല്ലതാണ് എന്നൊരർത്ഥമില്ല. അതിന് വേഗത്തിൽ ഓടിയാൽ മാത്രമേ അതിനെന്തിനാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പേർപ്പസ് അതിന് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആമ വളരെ സ്ലോ ആണ് എന്ന് കരുതി അത് ഈവിളാണ് അല്ലെങ്കിൽ അത് മോശമാണ്, ലേസി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദ ടേർട്ടിൽ ഇസ് ക്രിയേറ്റഡ് ഫോർ സം സ്പെഷ്യൽ പേർപ്പസ് വിച്ച് ദ സ്റ്റാഗ് ഇസ് നോട്ട് മെന്റ് ഫോർ. ടേർട്ടിലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഈ സ്റ്റാഗിന് ചെയ്യാൻ സാധിക്കില്ല. എത്ര സ്വിഫ്റ്റ് ആണെന്ന് പറഞ്ഞാലും സ്റ്റാഗിന് അത് ചെയ്യാൻ സാധിക്കില്ല. സിമിലർലി ദ സ്റ്റാഗ് ഈസ് ഓൾസോ ക്രിയേറ്റഡ് ഫോർ സം റീസൺ വിച്ച് ദ ടേർട്ടിൽ കനോട്ട് ഡു. അതുപോലെ തന്നെ സ്റ്റാഗിനെ എന്തിനാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഉദ്ദേശം ഒരിക്കലും ആമയ്ക്ക് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഗിന് ഒരിക്കലും സ്ലോ ആയിട്ടുള്ള ടേർട്ടിലിനെ സ്വിഫ്റ്റ്നെസ്സിന്റെ ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് പോസിബിൾ അല്ല. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വൺ ഇസ് ബെറ്റർ ദാൻ ദി അതർ. ലൈക്ക്വൈസ് എവ്രി വൺ ഇസ് ഗുഡ് ഇൻ ദെയർ ഓൺ വേസ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടേതായ രീതികളിൽ നന്മ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ളവരെ ഒരിക്കലും സ്ലോ ആയിട്ടുള്ളവരെ ലേസി എന്ന് മുദ്ര കുത്താനോ അല്ലെങ്കിൽ ഈവിൾ എന്ന് പറയാനോ ഒന്നും പാടില്ല. സ്റ്റാൻസ 6 ഇതേ ഐഡിയ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇൻ യുവർ ലോങ്ങിങ് ഫോർ യുവർ ജയന്റ് സെൽഫ് ലൈസ് യുവർ ഗുഡ്നെസ് ആൻഡ് ദാറ്റ് ലോങ്ങിങ് ഇസ് ഇൻ ഓൾ ഓഫ് യു. ഇനി സെയിൻറ്റ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ട് അത് നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, ആ അവസ്ഥയിൽ നിങ്ങൾ നന്മയിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെൽഫിനെ വീണ്ടെടുക്കാനുള്ള ലോങ്ങിങ്, അതിയായ ആഗ്രഹം, അത് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ നല്ലവരായിട്ട് മാറുന്നു. അതായത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സെൽഫിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നന്മയുള്ളവരായിട്ട് മാറുന്നു. ഈ ഒരു ലോങ്ങിങ് എല്ലാവരിലും ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അൾട്ടിമേറ്റ്ലി തിരിച്ച് നന്മയുടെ അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് പലരിലും അതിൻ്റെ തോത് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പവർഫുൾ ഇമേജസ് ആണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹി സേസ് ദാറ്റ് ഇൻ സം ഓഫ് യു ദാറ്റ് ലോങ്ങിങ് ഇസ് എ ടോറന്റ് rushing with might to the sea, carrying the secrets of the hillsides and the songs of the forest. ചിലരിൽ ആ ഒരു ആവേശം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സോളുമായിട്ട് ഒന്നാവുക എന്നുള്ളൊരു ആഗ്രഹം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൊറന്റ് പോലെയാണ്. ടൊറന്റ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ആവേശത്തോടുകൂടെ ഒഴുകുന്ന ഒരു അരുവിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിക്കുന്ന വഴിയിലുള്ളത് എല്ലാത്തിനെയും എടുത്തുകൊണ്ടാണ് അത് പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് സീയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഒഴുക്ക് കൂടുതലായിരിക്കും. ചിലരിലെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ സോളുമായിട്ട് വൺ ആകുക എന്നുള്ള ആ ഒരു ആവേശം അവർക്ക് വളരെ കുറവായിരിക്കും. അവർ വളരെ സ്ലോ ആയിരിക്കും. ഒരു ഫ്ലാറ്റ് സ്ട്രീം പോലെയാണ്. ഫ്ലാറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയാണ്. അത് ചിലപ്പോൾ പതിയെ ഒഴുകി ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഡീവിയേഷനൊക്കെ എടുത്ത് അലഞ്ഞു തിരിഞ്ഞായിരിക്കും
അവസാനം ലക്ഷ്യത്തിലെത്തുന്നത്. സോ വൈൽ ഇൻ സം ഇറ്റ് ഇസ് ലൈക്ക് എ ഫ്ലാറ്റ് സ്ട്രീം മിയാൻഡറിംഗ് വിത്ത് അമേസിംഗ് മോഷൻ ടേക്കിംഗ് മെനി കട്ട്സ് ആൻഡ് ഡീവിയേഷൻ. അപ്പോൾ ആ വഴി മധ്യേ അവർ ചിലപ്പോൾ പല പ്രലോഭനങ്ങൾക്ക് വിധേയരാവും, അല്ലെങ്കിൽ പല ഡിഫിക്കൽട്ടീസ് അവർക്ക് ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും അവർ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റഡ് ആക്കുന്നത്. സോ ഇൻ സം പീപ്പിൾ ദ ഡിസയർ ടു ബി വൺ വിത്ത് ദെയർ ലോസ്റ്റ് സെൽഫ് ഇസ് സോ ഹൈ, വൈൽ ഇൻ സം അതേഴ്സ് ഇറ്റ് ഇസ് വെരി ലോ ആൻഡ് ഹെൻസ് ദേ ആർ സ്ലോ. സ്റ്റിൽ അറ്റ് ലാസ്റ്റ് ദേ മാനേജസ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അല്ലേ? അപ്പം സ്ലോ ആയിട്ടാണെങ്കിലും അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്ലോ ആയിട്ടുള്ളവരും ലേസി ആയിട്ടുള്ളവരെയും ഒന്നും ഒരിക്കലും ഈവിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ദ സ്ലോ ആൻഡ് ലേസി കനോട്ട് ബി ഡീംഡ് ഈവിൾ. സോ ദ പോയറ്റ് സേസ് ദാറ്റ് ബട്ട് ലെറ്റ് നോട്ട് ഹിം ഹു ലോങ്സ് മച്ച് സേ ടു ഹിം ഹു ലോങ്സ് ലിറ്റിൽ wherefore are you slow and halting. So those people who long much should not condemn the ones who long little. അതുകൊണ്ട് സെൽഫുമായിട്ട് ഒന്നാകാനുള്ള ഡിസയർ കൂടുതലായിട്ടുള്ളവർ അവരൊരിക്കലും ആ ഡിസയർ കുറഞ്ഞവരെ പരിഹസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. എവ്രി വൺ ഹാസ് എ ജസ്റ്റിഫയബിൾ കോസ് ഫോർ ബീയിങ് സോ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാകും. സിമിലർലി ദ ട്രൂലി ഗുഡ് ആൻഡ് അഫെക്ഷനേറ്റ് ഷൽ നെവർ ആസ്ക് ദ നേക്കഡ് ആൻഡ് ദ ഡിസ്പെസസ് വാട്ട് ഹാസ് ബിഫോളൻ ദെം ഓർ വാട്ട് ഹാഡ് ലെഡ് ടു ദെയർ പെർട്ടിക്കുലർ പ്ലൈറ്റ്. അതുപോലെ തന്നെ പോയറ്റ് പറയാണ്, ശരിക്കും നന്മയുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കാണുമ്പോൾ, വസ്ത്രമില്ലാത്തവരെയും അഭയമില്ലാത്തവരെയും കാണുമ്പോൾ ഒരിക്കലും അവരെ പരിഹസിക്കുകയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് അവരെ ചോദ്യം ചെയ്യുകയില്ല. അവിടെയാണ് ഓരോരുത്തരുടെയും ശരിക്കുള്ള നന്മയുള്ളത് എന്നാണ് പോവറ്റ് പറയുന്നത്. ഫോർ ദ ട്രൂലി ഗുഡ് ask not the naked where is your garment, nor the houseless what has befallen your house. In short, nobody has the right to judge others. അതുകൊണ്ട് ആർക്കും ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും ലൈഫിൻ്റെ പിന്നിലുള്ള പേർപ്പസ് ഡിഫറെൻ്റ് ആണ്. ചിലർ പെട്ടെന്ന് ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്നു, ചിലർ വളരെ താമസിച്ചാണ് നേടുന്നത്. എന്ന് കരുതി എല്ലാം പെട്ടെന്ന് ലഭിക്കുന്ന ആൾക്കാർ നല്ലതെന്നോ വളരെ താമസിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നവർ മോശമെന്നോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയവരാണ് എന്നൊരു അർത്ഥം അതിലില്ല. അല്ലെങ്കിൽ ജയം തോൽവി എന്നൊരു വേർതിരിവ് ഉണ്ടാകുന്നില്ല. എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലും നമ്മൾ ലൈഫിൽ ജയിച്ചവർ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. സോ ഇതിൽ പോയിട്ട് പറയുന്നത് നന്മയും തിന്മയും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, രണ്ടും ഒരേ കാര്യത്തിന്റെ തന്നെ ഇരുവശങ്ങളാണ്. ഒന്നിൽ നിന്നാണ് മറ്റൊന്ന് ഉത്ഭവിക്കുന്നത്. നന്മയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് തിന്മ എന്നുള്ളത്. ഓക്കെ, so now let us have a look at the symbols and images that are used by Gibran in this work. ഈ പോവത്തിലെ നിരവധി സിംബൽസും ഇമേജസും ഗിബ്രാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സിംബൽ അല്ലെങ്കിൽ എന്താണ് ഇമേജ്? സിംബൽ എന്ന് പറയുന്നത് പ്രതീകം എന്ന് പറയും. അതായത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ചില മെറ്റീരിയൽ ഓബ്ജക്ട്സിനെ യൂസ് ചെയ്ത് അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന അവസ്ഥ, അതാണ് സിംബൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റെഡ് റോസ് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം, പ്രണയത്തെയാണ്. അപ്പോൾ റെഡ് റോസ് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ഒരു പ്രതീകമാണ്, സിംബലാണ്. അതാണ് സിംബൽ എന്ന് പറയുന്നത്. ഇനി ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പിക്ചർ ഇൻ വേർഡ്സ് എന്ന് പറയാം. നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വരാറുണ്ട്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമേജസ്. ഇപ്പോൾ ജിബ്രൻ്റെ വർക്ക്സിലൊക്കെ നമുക്ക് ഈ ഒരു ഇമേജറി കാണാനായിട്ട് സാധിക്കും. അതിനൊരു റീസണും കൂടിയുണ്ട്. ഹി വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് സിംബലിസ്റ്റ് പോയറ്റ് വില്യം ബ്ലേക്ക്. And as a result, Gibran made an extensive use of a variety of symbols and images in almost all his works. അപ്പോൾ ഇംഗ്ലീഷ് എഴുത്തുകാരനായ വില്യം ബ്ലേക്കിന്റെ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും അധികം ഇമേജസും സിംബൽസും അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിരുന്നു വാൾട്ട് വിറ്റ്മാൻ്റേത്, അമേരിക്കൻ പോവറ്റായ വാൾട്ട് വിറ്റ്മാൻ്റേത്. എനിവേ, നമുക്ക് ഈ പോവത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന സിംബൽസും ഇമേജസും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഗുഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി മോശമായ വഴികളൊക്കെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഡാർക്ക് കേവ്സും ഡെഡ് വാട്ടേഴ്സും എന്നുള്ളൊരു സിംബൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഡാർക്ക് കേവ്സും ഡെഡ് വാട്ടേഴ്സും റിപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത് ടെംപ്ടേഷൻ, കറപ്ഷൻ, ക്രൈം, ഇതൊക്കെയാണ്. ഇത് ഒരേ സമയം ഇമേജ് കൂടിയാണ്, അല്ലെ? ഡാർക്ക് കേവ്, ഡെഡ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യന്റെ മനസ്സും നന്മയും തിന്മയും ഒരേപോലെ ഉണ്ട്
എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഡഡ് ഹൗസിൻ്റെ ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റഡർ നഷ്ടപ്പെട്ടു പോയ ഒരു ഷിപ്പിൻ്റെ ഇമേജും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഫ്രൂട്ടിൻ്റെയും റൂട്ടിൻ്റെയും ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ സ്റ്റാൻസയിൽ സ്പീച്ചിൻ്റെയും വാക്കിൻ്റെയും ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണെന്നും അപ്പോൾ നമുക്ക് നന്മയുള്ള അവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. അവിടെ സ്പീച്ചിൻ്റെ ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസയിൽ വാക്കിൻ്റെ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നെത്തുമ്പോൾ, ഫാസ്റ്റായിട്ട് നടന്നെത്തുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്ന അവസ്ഥയാണ്. അതേസമയം നമ്മൾ നേരായ മാർഗത്തിലൂടെ അല്ല ലക്ഷ്യത്തിലെത്തുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവിൾ ആകുന്നില്ല, ആ ഒരു ഗുഡ്നെസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ലക്ഷ്യത്തിലെത്തുന്നത് ഡിഫിക്കൾട്ട് സ്റ്റെപ്സോടുകൂടിയാണ്. ലിംപിങ് എന്ന് പറയുന്നത് നടക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ്. അപ്പോൾ വാക്കിങ്ങിൻ്റെ ഇമേജസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വൈകുമ്പോൾ നമ്മൾ ലോയിറ്റർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ലോയിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതും വാക്കിങ്ങിൻ്റെ ഒരു ഇമേജാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ സ്റ്റാഗിൻ്റെയും ടേർട്ടിലിൻ്റെയും അനാളജി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ 2 പവർഫുൾ ആയിട്ടുള്ള ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സെൽഫുമായിട്ട് വൺ ആകാനുള്ള നമ്മളുടെ ആ ഒരു ആവേശം, ആഗ്രഹം, അത് കൂടുതലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊരു ടോറൻറ്റിനെ പോലെയാണെന്നും അത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊരു ഫ്ലാറ്റ് സ്ട്രീമിനെ പോലെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസും സിമ്പിൾസും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് പോയം ഗുഡ് ആൻഡ് ഈവിൾ. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.